ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ബി ഹൗസിലേക്ക് കയറാൻ പോകുന്ന 20 മത്സരാർത്ഥികൾ ആരൊക്കെയാണ്? സീസൺ 7 എന്തായാലും പൊളിക്കും. കാരണം ആ ലെവലിലുള്ള കണ്ടസ്റ്റൻസ് ആണ് വരാൻ പോകുന്നത്. നമുക്കറിയാം എല്ലാ വർഷവും പ്രഡിക്ഷൻ ലിസ്റ്റുകളും എക്സ്പെക്ടേഷൻ ലിസ്റ്റുകളും പതിയെ കൺഫർമേഷൻ ലിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയാലും സീസൺ തുടങ്ങുന്നതിനൊരു 2 വീക്സ് 3 വീക്സ് മുന്നാടിയുള്ള ലിസ്റ്റുകളാണ് ഏതാണ്ട് പക്കാ ഷുവർ ആവുന്ന സാധനങ്ങൾ. അങ്ങനത്തെ ഒരു ലിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 20 പേരുകളുണ്ട്. ഈ 20 പേരിനകത്ത് കൺഫേം ആയവരുണ്ട്, അല്ലെങ്കിൽ തന്നെ കൺഫേം ആകാൻ നിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഉണ്ടെന്ന് അറിഞ്ഞവരുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം അറിഞ്ഞതുകൊണ്ട് അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ റിവ്യൂസിനും അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന 20 പേരുകളിൽ 20 പേരും വരും എന്നല്ല, സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 100% കൺഫർമേഷൻ ഉള്ളവരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സാധ്യതകൾ ഭയങ്കരമായി കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. പയ്യന്മാരും പെൺകുട്ടികളും രണ്ടും ഈക്വലൈസ് ചെയ്താണ് ഞാൻ 10 പേരുകൾ വീതം പറയുന്നത്. അപ്പോൾ നമുക്ക് പേരുകൾ പറയാൻ വൈകിപ്പിക്കണ്ട. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത പേരുകളൊക്കെയാണ് ആദ്യം ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പേര് UK കാരിയാണ്, മലയാളിയാണ്. ഏതാണ്ട് 50s ഒക്കെ അടുപ്പിച്ചായി പ്രായം. പക്ഷേ നമുക്കെന്താ 50s ആയവർക്ക് എന്താ ഇങ്ങനെ നടന്നൂടെ, ഇങ്ങനെ ചെയ്തൂടെ? പെൺകുട്ടികൾ, കൊച്ചു പെൺകുട്ടികളെ പോലെ തന്നെ ഭയങ്കര മോട്ടിവേഷനാണ് ഈ പ്രായത്തിലുള്ള എല്ലാ അമ്മമാർക്കും. അപ്പോൾ അങ്ങനത്തെ ടിക്ടോക്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന, ടിക്ടോക്കും റീലുകളും ഒക്കെ തന്നെ ചെയ്ത് വൈറലായി നിൽക്കുന്ന ഒരു താരം. പേര് റീന ജോൺ. ഇതാണ് ആള്. അടിപൊളിയായിട്ടാണ് കേട്ടോ, മേക്കപ്പ് ഒക്കെ നല്ല രസമാണ് കാണാൻ. ഈ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. റീന ജോൺ എന്ന് അടിച്ചു നോക്കി തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റീന ജോൺ ഈ ബിഗ് ബോസ് സീസണിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. എന്നാലും നമുക്ക് ഉറപ്പിക്കണ്ട അല്ലേ, അറിയുന്നത് അങ്ങനെയാണ്. നമുക്ക് നോക്കാം അങ്ങനെ വെച്ചിരിക്കാം. ഇനി അടുത്ത് രണ്ടാമത്തെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു പേരാണ്. ഒരു എന്താ പറയുക, സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. പേര് ദീപക് മോഹൻ. ഇതാണ് ആള്. ബിഗ് ബോസ് വീട്ടിലേക്ക് ഏതാണ്ട് വരും എന്ന് തന്നെയാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ. അടുത്ത മൂന്നാമത്തെ പേര് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മുന്നേ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്. നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള, ഉദ്ഘാടനങ്ങളെല്ലാം ഘോര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റാർ മാജിക്കിലെ നമ്മുടെ സ്വന്തം അനുമോൾ. അനുമോളും ഈ സീസണിലേക്ക് കൺഫേംഡ് ആണ് എന്ന് തന്നെയാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. അടുത്ത് നാലാമത്തെ പേരും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്. ഞാൻ ഈ പേര് പറഞ്ഞ് ഈ പേരിനടുത്ത് ഇനി വൈറലാക്കാൻ ഒരു സ്ഥലവും ഇല്ലായിരുന്നു. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള, ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത്. ഇതാണ് ആള്. അപ്പാനി ശരത്തിന്റെ ഒക്കെ എൻ്റെ പൊന്നെ ബിഗ് ബോസിന്റെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട് വാട്സാപ്പിൽ. അതിനകത്ത് ഇപ്പോഴേ ആർമിയൊക്കെ തുടങ്ങി ഞാൻ കണ്ടിട്ടുണ്ട്, സത്യം. അടുത്ത അഞ്ചാമത്തത്, എവിടെ തുറന്നാലും ഇന്ത ആൾ മട്ടും ദാ ഇருக்கு. രേണു സുധി. ആക്ട്രസ് ആയിട്ടുള്ള, നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ടുള്ള ആക്ട്രസ് ആയിട്ടുള്ള രേണു സുധി. ആക്ട്രസ് ആയിട്ടുള്ള കൊല്ലം സുധിച്ചേട്ടൻ അല്ല, ആക്ടർ ആയിട്ടുള്ള കൊല്ലം സുധിച്ചേട്ടൻ. ഓക്കെ, ഇതാണ് രേണു സുധി. അറിയാലോ, കൺഫേംഡ് ആണ് എന്ന് തന്നെയാണ് അറിയുന്നത്. അടുത്ത് ആറാമത്തെ പേര്, ഇതും ഞാൻ പറഞ്ഞ് വിവാദമായി മാറിയ മറ്റൊരു പേരാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മ്യൂസീഷ്യൻ ആയിട്ടുള്ള, പാട്ടുകാരനായിട്ടുള്ള അക്ബർ ഖാൻ. അക്ബർ ഖാനും ഈ സീസണിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. അടുത്ത് ഏഴാമത്തെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം പേരാണ്, റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ പരസ്പരം സീരിയലിലൂടെ കടന്നു വന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളുള്ള സീരിയലായി മാറിയതാണ് പരസ്പരം. ആ പരസ്പരത്തിലും അതിനുശേഷം ഈ പരസ്പരത്തിനെ പൊട്ടിച്ചുകൊണ്ട് ഒരു എപ്പിസോഡ് മാത്രം മുന്നേറിക്കൊണ്ട് ഉണ്ടായിരുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു, മഴവിൽ മനോരമയിൽ മഞ്ഞൾ വിരിഞ്ഞ പൂവെന്ന് പറഞ്ഞിട്ട്. ഈ 2 സീരിയലിലും മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ആളാണ് രേഖ രതീഷ്. പരസ്പരം സീരിയൽ ഏതാണ്ട് 1524 എപ്പിസോഡും മഞ്ഞൾ വിരിഞ്ഞ പൂവ് 1525 എപ്പിസോഡുമാണ്. അപ്പം അതിനിപ്പം ഏഷ്യാനെറ്റിലെ മൗനരാഗം ബ്രേക്ക് ചെയ്യുമായിരിക്കാം, നമ്മുടെ വിഷയമല്ല. ആ സീരിയലുകളൊക്കെ അഭിനയിച്ച് ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണ്. ഭയങ്കര ബോൾഡ് ലേഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ സീസണിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത് എട്ടാമത്തെ പേര് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്, മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ 2-3 വീഡിയോകളിലായി പറയുന്നില്ല ആ പേര്. ഇപ്പോൾ അറിയുന്നത് സീസൺ 7-ൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പേര് പറയാം. ആക്ടറായിട്ടുള്ള നമ്മുടെ ദൃശ്യം മൂവിയിലെ വരുണായിട്ട് അഭിനയിച്ച റോഷൻ ബഷീർ. ഇതാണ് റോഷൻ ബഷീർ. ഇപ്പോഴത്തെ ലുക്കൊക്കെ മാറിപ്പോയല്ലേ. പണ്ട് എങ്ങനെ ഇരുന്നതാണ് നമ്മുടെ ആ ഒരു ദൃശ്യം മൂവിയിൽ, കണ്ടാൽ എപ്പോഴും പേടിയാവും. ഇപ്പം കണ്ടോ, ലുക്കായി, അടിപൊളിയായി, സെറ്റായി. അപ്പോൾ പുള്ളിയും ഏതാണ്ട് സീസൺ 7-ലേക്ക് ഉറപ്പിക്കാം എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുവാണ്. പക്ഷെ നമുക്ക് ഉറപ്പിക്കണ്ട, വെയിറ്റ് ചെയ്യാം.
9ാമത്തെ പേര് ഇന്റർവ്യൂകളിൽ ആൾക്കാരെ ഹോട്ട് സീറ്റിൽ ഇരുത്തി അവരെ ചൂട് കൊണ്ട് അവിടെ ഇരുത്തി എന്താ പറയുക വിറപ്പിക്കുന്ന നമ്മുടെ ആങ്കർ ആയിട്ടുള്ള ഇന്റർവ്യൂർ ആയിട്ടുള്ള ശാരിക. ശാരിക സീസൺ 7ലേക്ക് കൺഫേംഡ് ആണെന്ന് തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. കുറേ പേര് രോഹൻ ലോണയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ രോഹന്റെ പേര് അറിയുന്നില്ല, ചിലപ്പോൾ വന്നേക്കാം കേട്ടോ, ഞാൻ ഇപ്പോഴും അറിയുന്നില്ല. ഇപ്പൊ ശാരികയുടെ പേരാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. 2 പേരും ആങ്കർ അല്ലേ, അപ്പം അതിൽ നിന്ന് ഒരാളല്ലേ വരാൻ സാധ്യത കാണുന്നുള്ളൂ. അടുത്ത് 10ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ആക്ടറായിട്ടുള്ള ആദിത്യൻ ജയൻ. അറിയാലോ, കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. അടുത്ത് 11ാമത്തെ പേര് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള 2 പേരാണ്. പക്ഷെ അവരുടെ കേസിൽ ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്, പറയാം. ആദിലയും നൂറയുമാണ് ഞാൻ പറഞ്ഞു വന്നത്. അറിയാലോ, ആദിലയും നൂറയും, ആദില നസ്റിനും ഫാത്തിമ നൂറിനുമാണിത്. ലെസ്ബിയൻ കപ്പിൾസ് ആണ്, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നവരാണ്. പക്ഷേ ഇപ്പോൾ അറിയുന്നത്, ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ നിങ്ങളോട് പറഞ്ഞുള്ള ഇവർ 2 പേരും വരും കപ്പിൾസ് ആയിട്ട് കളിക്കാനെന്നാണ്. ചിലപ്പോൾ ഇവരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ആദില നസ്റിനായിരിക്കും വരിക, ഇല്ലെങ്കിൽ ഫാത്തിമ നൂറിനായിരിക്കും വരിക. അങ്ങനെയാണ് ഇപ്പോൾ അറിയുന്നത്. നമുക്ക് നോക്കാം. അടുത്ത് 12ാമത്തെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിടത്തുമേ ഈ പേര് കേട്ടിട്ടുണ്ടാവൂല, പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊന്നും കേട്ടിട്ടുണ്ടാവൂല. അങ്ങനത്തെ ഒരു പേരാണ്. ആക്ടറാണ് പുള്ളി, അത്യാവശ്യം ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പേര് ജോസ്ബിൻ. അങ്ങനെ തന്നെ അല്ലേ, ജോസ്ബിൻ. ഇതാണ് ആള്, ജോസ്ബിൻ. സീസൺ 7ലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നു എന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. ഇനി അടുത്ത് 13ാമത്തെ പേര് ആക്ട്രസ് ആണ്. ഏഷ്യാനെറ്റിലൊരു അത്യാവശ്യം നല്ല TRP ഒക്കെ ഉള്ള ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തൂവൽ സ്പർശം എന്ന് പറയുന്ന സീരിയലിലൂടെ കടന്നു വന്ന മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ ആക്ട്രസ്സായ അവന്തിക മോഹൻ. ഇതാണ് ആള്, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന്തിക മോഹൻ. അടുത്ത് 14ാമത്തെ പേര് ഇത്തവണ ആരെങ്കിലുമൊക്കെ പേര് പറയുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ആരും പറഞ്ഞില്ല. പക്ഷേ ഈ ആളുടെ പേരിലുള്ള സാധ്യതകൾ കൂടി വരികയാണ്. മറ്റാരുമല്ല, നമ്മുടെ മ്യൂസീഷ്യനായിട്ടുള്ള വിശ്വ മ്യൂസിക്കിലെ വിശ്വാദേവ് എന്നല്ലേ പേര്. ഈ പുള്ളി സീസൺ 7ലേക്ക് വരാനുള്ള സ്കോപ്പുകൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും അക്ബർ ഖാൻ മ്യൂസീഷ്യൻ, അപ്പോൾ വിശ്വ മ്യൂസിക്കും കൂടെ വരുമോ എന്ന്. സാധ്യതയാണ്, മാറ്റി വെച്ചിരിക്കുക, അവിടെ ഇരുന്നോട്ടെ. അടുത്ത് പറയുന്നൊരു പേരാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ കറൻലി ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളാകാൻ പോകുന്ന മറ്റൊരു സീരിയൽ മൗനരാഗം. അതിലെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റായി 1400ഓളം എപ്പിസോഡുകളിൽ തകർത്താടിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടുകാരി കൂടിയായ ഐശ്വര്യ റംസായി. ഇതാണ് ഐശ്വര്യ റംസായി. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ സീരിയൽ ഏതാണ്ട് തീരാറായി കാണും. ചിലപ്പോൾ ബിഗ് ബോസ് തുടങ്ങി 1-2 ആഴ്ചയ്ക്ക് അത് തീരുമായിരിക്കും. അതിൻ്റെ കഥാഗതി പോകണം കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോഴ് 2-3 ദിവസം മുന്നേ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഇൻസ്റ്റാഗ്രാം റീലിൽ ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ കോ ആക്ടേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭയങ്കര ഒരു ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് സീരിയൽ ഏതാണ്ട് തീരാറായി എന്ന് തോന്നും. അപ്പം നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം, ഐശ്വര്യ റംസായുടെ കേസും ഉറപ്പിക്കേണ്ടി ഇരിക്കുന്നു. അടുത്ത് 16ാമത്തെ പേരാണ്. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷത്തൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കേട്ടുകൊണ്ടിരുന്ന പേരാണ്. ഇത്തവണത്തെ പ്രഡിക്ഷനിലൊന്നും കേട്ടിട്ടില്ല, പക്ഷേ അറിയുന്നു ഒരു പക്ഷേ ഷാനവാസ് ഷാനുവും ഈ സീസണിൻ്റെ ഭാഗമായേക്കാം. അറിയാമോ ഷാനവാസ് ഷാനു? നമ്മുടെ സീത സീരിയല് മിസ്സസ് ഹിറ്റ്ലർ, എന്താ പറയുക, സീരിയലിൻ്റെ ഒരു ചോക്ലേറ്റ് ഹീറോ എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ. അടുത്ത് 17ാമത്തെ പേര് നമ്മുടെ കുക്ക് വിത്ത് കോമഡിയിൽ ഉണ്ടായിരുന്ന RJ ആയിട്ടുള്ള RJ അഞ്ജലിയാണ്. RJ അഞ്ജലിയും സീസൺ 7ൻ്റെ ഭാഗമായേക്കാം എന്നാണ് അറിയുന്നത്. അടുത്ത 18ാമത്തെ പേര് നിങ്ങൾ ഈ പേരും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ഒരു പേര് അറിയുന്നു. ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറും യൂട്യൂബറും ആണെന്ന് തോന്നുന്നു, യൂട്യൂബറൊക്കെ ആയിട്ടുള്ള അഭിശ്രീ. ഇതാണ് അഭിശ്രീ കേട്ടോ. അഭിശ്രീയുടെ കേസ് പറയുമ്പോൾ കുറേ പേർക്ക് അഭിശ്രീ അറിയാമായിരിക്കും, പക്ഷേ എനിക്ക് അഭിശ്രീയുടെ കേസിൽ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം അഭിശ്രീക്ക് കാലിന് എന്തോ ചെറുതായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, നടക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ മോശമായിട്ട് കുറ്റം പറയുന്ന ഒന്നുമല്ല, കളിയാക്കി പറയുന്നതല്ല, ബിഗ് ബോസിൽ എടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം സീസണിൽ കയറുന്നതിന് 2 ദിവസം മുന്നേ തന്നെ നമുക്കൊരു കാല് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെ വീണാൽ പോലും പിന്നെ അവർ നമ്മൾ റിമൂവ് ചെയ്യും. അത്ര സൂക്ഷിച്ചാണ് നമ്മൾ നടക്കേണ്ടത്. അപ്പം ഇങ്ങനെ കാല് ബുദ്ധിമുട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ടാസ്ക് ഒക്കെ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ കേസ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പേര് ഇങ്ങനെ അറിയുന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു, അവിടെ വെച്ചിരിക്കുക. പക്ഷേ ഇങ്ങനത്തെ എന്താ പറയുക ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കും. എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത് 19ാമത്തെ പേരും ഒരു സീരിയൽ ആർട്ടിസ്റ്റിൻ്റെ പേര് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നെ തല്ലിക്കൊല്ലരുത്. നമ്മുടെ ഏഷ്യാനെറ്റിൽ കറൻലി ഇപ്പോൾ തീർന്നിട്ട് ഒരാഴ്ചയായി ഗീതാ ഗോവിന്ദം സീരിയലിലെ ഗീതുവായി അഭിനയിച്ച ബിനി സെബാസ്റ്റ്യൻ. ഇതാണ് ബിനി സെബാസ്റ്റ്യൻ. ബിനി സെബാസ്റ്റ്യനും വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. 20ാമത്തെയും അവസാനത്തെയും പേരായി ഞാൻ പറയുന്നത് കാലങ്ങളേറെയായി മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം ആക്ടറായ ജിഷിൻ മോഹൻ.
ഇനിയിപ്പോൾ ഞാനായിട്ട് പറയാതിരിക്കണ്ട, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഞാനായിട്ട് ഈ പേരും കൂടെ അങ്ങ് പറയുന്നു, ജിഷിൻ മോഹൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ 20 പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 20 പേരിനകത്ത് കൺഫേം ആയിട്ടുള്ള പേരുകളുണ്ട്, അതെനിക്കറിയാം. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ 1-2 പേരുകൾ കൂടിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് വരാൻ സാധ്യതയുള്ള എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ ചേർത്ത് നിങ്ങൾക്ക് ഇട്ട് തന്നത്. ഈ 20 പേരും വരും എന്നല്ല അതിനർത്ഥം. ഇതിനകത്തുനിന്ന് പലരും സീസൺ 7 ഉള്ളവരുണ്ട്, കൺഫർമേഷൻ പോയവരുണ്ട്, പോകാൻ നിൽക്കുന്നവരുണ്ട്, അങ്ങനെ ഉള്ളവരുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.